നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 5, 2026 വ്യാഴം. ഇന്ന് സെൻസെക്സിന്റെ ഈ മാസത്തെ ഫസ്റ്റ് വീക്കിലി എക്സ്പയറി ആയതിനാൽ തന്നെ മാർക്കറ്റിൽ വോൾട്ടാലിറ്റി ഇന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇന്നലെ ഇന്ത്യയിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിസൾട്ടും മാത്രമല്ല ഇന്നലെ യുഎസിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട ഫെബ്രുവരി മാസത്തെ ISME സർവീസ് PMI ഡാറ്റയുടെ റിസൾട്ടും തുടങ്ങി എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളെ തുടർന്ന് ഇന്നലെയും ഇന്ത്യൻ മാർക്കറ്റിന് അതിശക്തമായ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. തൽഫലമായി നിഫ്റ്റിക്ക് ഓഗസ്റ്റ് മാസത്തെ ലോ ഇന്നലെ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടും വരികയുണ്ടായി. കൂടാതെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെയും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 8752.65 കോടി രൂപയ്ക്ക് സെല്ലിംഗ് അതിശക്തമാക്കുന്ന കാഴ്ചയും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 12068.17 കോടി രൂപയ്ക്ക് അതിശക്തമായ ബൈയിങ്ങും തുടരുകയുണ്ടായി. തുടർച്ചയായ 2 ട്രേഡിംഗ് സെഷന് കൊണ്ട് മാത്രം വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നിലവിൽ 12048.29 കോടി രൂപയ്ക്ക് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നെറ്റ് സെല്ലിംഗും നടത്തുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ പ്രകാരം ഇന്നലെ നിഫ്റ്റിക്ക് ഓഗസ്റ്റ് മാസത്തെ ലോ ബ്രേക്ക് ചെയ്തെങ്കിലും 24,300 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് ഡിഫെൻഡ് ചെയ്യുവാനും സാധിച്ചു. ആയതിനാൽ തന്നെ ഇന്ന് നിഫ്റ്റിക്ക് 24,300 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് 24,050, 24,000 എന്നീ ലെവലുകൾ ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യൽ സപ്പോർട്ട് തന്നെയാണ്. ആയതിനാൽ തന്നെ ഇന്ന് നിഫ്റ്റി 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ഒരുപക്ഷെ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് നിഫ്റ്റിയുടെ ഡൗൺ സൈഡിലേക്കുള്ള പ്രയാണം കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്നാൽ അതേസമയം ഇന്ന് നിഫ്റ്റിക്ക് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയാണെങ്കിൽ തിങ്കളാഴ്ചത്തെ ഡേ ലോയും ഇന്നലത്തെ ഡേ ഹൈ ലെവലുമായ 24,600 എന്ന ലെവൽ അപ്പർ സൈഡിലേക്ക് ക്രൂഷ്യലാണ്. ഈ ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് 24,800 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഏതാനും ആഴ്ചകൾക്ക് മുന്നേ ലിസ്റ്റ് ചെയ്യപ്പെട്ട സ്റ്റോക്കായ ഫ്രാക്ടൽ അനലിറ്റിക്സ് അതിന്റെ Q3 ഏർണിംഗ്സ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഇന്നലെ ഇന്ത്യയിൽ നിന്നും പ്രധാനമായും 2 ഡേറ്റകളുടെ റിലീസായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഫെബ്രുവരി മാസത്തെ HSBC കോമ്പോസിറ്റ് ഫൈനൽ PMI ഡാറ്റ 59.3 എന്ന മാർക്കറ്റ് എക്സ്പെക്ടേഷന്റെ അടുത്ത് എത്തിയില്ലെങ്കിൽ കൂടിയിട്ടും ജനുവരിയിലെ 58.4 എന്ന ലെവലിൽ നിന്നും ഫെബ്രുവരി ആയപ്പോൾ 58.9 എന്ന ലെവലിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ള ഡാറ്റയാണ് വരികയും ചെയ്തത്. എന്നാൽ അതേസമയം തന്നെ റിലീസ് ചെയ്യപ്പെട്ട ഫെബ്രുവരി മാസത്തെ ഇന്ത്യയുടെ സർവീസ് PMI ഡാറ്റ മാർക്കറ്റിനെ നിരാശപ്പെടുത്തുകയുണ്ടായി. ജനുവരിയിലെ 58.5 എന്ന ലെവലിൽ നിന്നും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 58.1 എന്ന ലെവലിലായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഉണ്ടായത്. ഇതിനെ തുടർന്ന് 13 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലായിട്ടാണ് ഫെബ്രുവരിയിലെ സർവീസ് PMI ഡാറ്റയും റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായത്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം രാത്രി 8:30 യുഎസിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട ഫെബ്രുവരി മാസത്തെ ISM സർവീസ് PMI ഡാറ്റ 53.5 എന്ന മാർക്കറ്റ് എക്സ്പെക്ടേഷനെയൊക്കെ മറികടന്നുകൊണ്ട് ജനുവരിയിലെ 53.8 എന്ന ലെവലിൽ നിന്നും ഫെബ്രുവരി ആയപ്പോൾ 56.1 എന്ന ലെവലിലേക്ക് കുതിച്ചുയർന്നുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ള ഡാറ്റയാണ് റിലീസ് ചെയ്യുകയും ഉണ്ടായത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ ആകെ രാവിലെ 6 മണിയോടുകൂടി ഓസ്ട്രേലിയയിൽ നിന്നും ജനുവരി മാസത്തെ ബാലൻസ് ഓഫ് ട്രേഡ് ഡാറ്റയുടെ റിലീസ് നടക്കാനിരിക്കുന്നു. യുഎസിന്റെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസൺ ഇന്നലെ പ്രഖ്യാപിക്കുകയുണ്ടായി. അതായത് ഈ ആഴ്ച മുതൽ തന്നെ പുതുതായി പ്രഖ്യാപിക്കപ്പെട്ട 15% എന്ന താരിഫ് എല്ലാ ലോകരാജ്യങ്ങൾക്കും യൂണിഫോംലി ഔദ്യോഗികമായി തന്നെ നിലവിൽ വരും. എന്നാൽ യുഎസിലെ ഭരണഘടനയുടെ നിയമപ്രകാരം ആകെ 150 ദിവസത്തേക്ക് മാത്രമേ പ്രസിഡന്റിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു താരിഫ് നടത്താനാകുകയുമുള്ളൂ. ആയതിനാൽ തന്നെ 5 മാസത്തേക്ക് തുടർച്ചയായിട്ട് 15% എന്ന യൂണിഫോം താരിഫ് നടപ്പിലാക്കും. തുടർന്ന് പഴയ താരിഫിലേക്ക് മാറുമെന്നുള്ള പ്രഖ്യാപനവും അദ്ദേഹം നടത്തി. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ വിപ്രോ ADRന് ഫ്ലാറ്റ് ആയിട്ടും ഇൻഫോസിസ് ADRന് 0.25%, ഡോക്ടർ റെഡ്ഡീസിന് 0.5% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. എന്നാൽ അതേസമയം ICICI ബാങ്ക്
HDFC ബാങ്ക് ADR-കൾക്ക് 0.5%, ആക്സിസ് ബാങ്ക് ADR-ന് 0.25% നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US-ൽ നിന്നും മാർക്കറ്റ് എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്തുകൊണ്ടുള്ള എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് S&P 500-ന് 0.25%-ലേറെയും നാസ്ഡാക്കിന് 1.25%-ലേറെയും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. മാത്രമല്ല ഡോ ജോൺസ് ഫ്യൂച്ചറും നിലവിൽ നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിനും ഫ്രാൻസ് മാർക്കറ്റിനും 0.25%-ലേറെ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ ജർമ്മൻ മാർക്കറ്റിന് 1.25%-ന്റെ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലും എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് 4.25%-നടുത്തും കൊറിയൻ മാർക്കറ്റ് 10%-ലേറെയും നേട്ടത്തിലാണ് വ്യാപാരം ഇന്ന് ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 2%-ലേറെ ഉയർച്ചയാണ് അനുഭവപ്പെടുന്നതും ബ്രെന്റ് ക്രൂഡിന്റെ വില $83.15 പെർ ബാരൽ എന്ന നിലയിലേക്കും ക്രൂഡ് ഓയിലിന്റെ വില $76.44 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. ഗോൾഡിന്റെ വില $5176.26 പെർ ഔൺസ് എന്ന നിലയിലുമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.78 എന്ന നിലയിലും മാക്സ് പെയിൻ 24,700 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിന് ശേഷം റിക്കവറി രേഖപ്പെടുത്തുവാൻ സാധിച്ചതിനെ തുടർന്ന് അപ്പർ ആൻഡ് ലോവർ ഷാഡോസോട് കൂടിയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. എങ്കിലും നിഫ്റ്റിക്ക് ഇന്നലെയും നേരിടേണ്ടി വന്ന ഇടിവിനെ തുടർന്ന് എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ താഴെയായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് തുടരേണ്ടതായിട്ടും വന്നു. RSI-ലും ഗണ്യമായ ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. 30.37 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുന്നത്. പുട്ട് സൈഡിലേക്ക് 24,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നതെങ്കിലും 24,400 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുക. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.9 എന്ന നിലയിലും മാക്സ് പെയിൻ 60,000 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ഇന്നലെയുണ്ടായ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിനെ തുടർന്ന് ലോവർ ലെവൽസിൽ ബൈയിങ് ഇൻട്രസ്റ്റ് ഉടലെടുത്തെങ്കിലും ബെയറിഷ് ബയാസിനെ സൂചിപ്പിച്ചുകൊണ്ട് അപ്പർ ഷാഡോയോട് കൂടിയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. എങ്കിലും ഇന്നലെ നേരിടേണ്ടി വന്ന ഇടിവിനെ തുടർന്ന് ബാങ്ക് നിഫ്റ്റിക്ക് അതിന്റെ 100-ഡേ EMA-യിലുള്ള ഗ്രിപ്പും നഷ്ടമായി. നിലവിൽ ബാങ്ക് നിഫ്റ്റിക്ക് ആകെ അതിന്റെ 200-ഡേ EMA-ക്ക് മുകളിലായിട്ടാണ് നിലകൊള്ളുവാനായിട്ടും സാധിക്കുന്നത്. RSI-ലും ഇടിവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 36.09 എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 60,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 59,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണാനായിട്ടും സാധിക്കുക. അതേസമയം പുട്ട് സൈഡിലേക്ക് 59,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. രാംകെ ഇൻഫ്രാസ്ട്രക്ചർ EPC അധിഷ്ഠിത അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്കായി കമ്പനി മഹാരാഷ്ട്ര ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. മൊത്തം കരാർ മൂല്യം 1,401.84 കോടി രൂപയാണ്. പ്രോട്ടീൻ ഗവൺ ടെക്നോളജീസ് മാർച്ച് 5 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റായി ശ്രീ മിതേഷ് ഷായെ നിയമിക്കുന്നതിന് ബോർഡ് അംഗീകാരം നൽകി. BSE സെൻസെക്സ് നെക്സ്റ്റ് 30 സൂചികയിൽ ഡെറിവേറ്റീവ് കരാറുകൾ ആരംഭിക്കുന്നതിന് എക്സ്ചേഞ്ചിന് സെബിയിൽ നിന്നും അനുമതി ലഭിച്ചു. പോളിക്യാബ് ഇന്ത്യ മുംബൈയിലെ ആദായ നികുതി ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് കമ്പനിക്ക് 327.5 കോടി രൂപയുടെ ടാക്സ് ഡിമാൻഡ് ഓർഡർ ലഭിക്കുകയുണ്ടായി. ഭാരത് ഫോർജ് 800 കോടി രൂപ വരെ ഫണ്ട് സമാഹരിക്കുന്നതിന് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി. മോഡീസ് നവനീർമാൻ ന്യൂ ചിത്ര കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റിയുടെ പുനർവികസനത്തിനായുള്ള ഡെവലപ്പറായി കമ്പനിയെ തിരഞ്ഞെടുത്തു. ഈ പദ്ധതി വഴി ഏകദേശം 160 കോടി രൂപയുടെ മൊത്ത വികസന മൂല്യമാണ് പ്രതീക്ഷിക്കുന്നതും. ലിയോഡ്സ് ലക്ഷറീസ് ചില ചെലവുകളുടെ അക്കൗണ്ടിംഗ് കൈകാര്യം ചെയ്യൽ സംബന്ധിച്ച് ഫെബ്രുവരി 27-ന് കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ശ്രീ സുശാന്ത് മിശ്രയ്ക്ക് സമൻസ് ലഭിച്ചിട്ടുണ്ട്. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.